നമസ്കാരം, ഡീപ് ഫോക്കസിലേക്ക് സ്വാഗതം. പോളിംഗ് ഇന്നലെ സമാപിച്ച സാഹചര്യത്തിൽ ഓരോ മണ്ഡലത്തിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അല്ലെങ്കിൽ പ്രവചനങ്ങൾ, എക്സിറ്റ് പോൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വലിയ ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ മീഡിയ വൺ 30 മണ്ഡലങ്ങളിൽ തീ പാറുന്ന പോരാട്ടമാണ് നടക്കുന്നതെന്നും ആ മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യവും വോട്ടിംഗ് നിലയും വിശദമായി പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ആ 30 മണ്ഡലങ്ങളിൽ 10 മണ്ഡലങ്ങൾ വേറെ എടുത്ത് പരിശോധിക്കുകയാണ് ഇന്ന് ഡീപ് ഫോക്കസ് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ സജാദ് ഇബ്രാഹിം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകനായ എ സജീവനും വിശകലനത്തിനായി നമ്മോടൊപ്പം ചേരും. 10 മണ്ഡലങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കിയ നമ്മുടെ റിപ്പോർട്ടർമാർ 10 പേരും ഈ വിശകലനത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യം അഴീക്കോട് മണ്ഡലം ആണ് നോക്കുന്നത്. സുനിൽ ഐസക് ചേരും അഴീക്കോട് മണ്ഡലത്തിന്റെ വിശദാംശങ്ങൾ നൽകാൻ. KM ഷാജിയും MV നികേഷ് കുമാറുമാണ് പ്രധാനമായും അവിടെ മത്സരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ 2011 അവിടെ 82.44% പോളിംഗ് ഉണ്ടായിരുന്നത്. ഇത്തവണ അത് 79.6%. അഴീക്കോട് മണ്ഡലത്തിലെ പോളിംഗ് നില. അതോടൊപ്പം തന്നെ ഇവിടെ മത്സരിച്ചത് LDF MV നികേഷ് കുമാറിനെ ഇറക്കിക്കൊണ്ട്, മാധ്യമപ്രവർത്തകനായ MV നികേഷ് കുമാറിനെ ആണ് മത്സരരംഗത്ത് ഇറക്കിയത്. സിറ്റിംഗ് MLA ആയ KM ഷാജിയുമായി മത്സരിക്കാൻ. അതോടൊപ്പം തന്നെ അവിടെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയുള്ളത്, PK രാഗേഷ് എന്ന കോൺഗ്രസ് വിമതൻ കൂടി മത്സരിക്കുന്നതോടെ അഴീക്കോട്ടെ മത്സരം വളരെ ശക്തമായി തന്നെ ഉണ്ടായി. അഡ്വക്കേറ്റ് AV കേശവനാണ് BJPക്ക് വേണ്ടി മത്സരിച്ചത്. സുനിൽ ഐസക്കുണ്ട് വിവരങ്ങളുമായി. സുനിൽ, ശക്തമായ പോരാട്ടമാണ് അഴീക്കോട്ട് നടന്നത്. അവസാന ചിത്രം എങ്ങനെ നൽകാൻ കഴിയും? പ്രസാദ്, അഴീക്കോട് ഇത്തവണ ഏത് മുന്നണി ജയിച്ചാലും കണ്ണൂർ രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ ഒരു വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിമരുന്നിടുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയം തന്നെയായിരിക്കും, ആ തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും അത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ഉണ്ടായ ചില രാഷ്ട്രീയ അടിയൊഴുക്കുകളും ഒപ്പം ചില രാഷ്ട്രീയ കൂട്ടുകെട്ടുകളുമാണ് ഈ അഴീക്കോടിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഇത്തവണ ഏറെ ശ്രദ്ധേയമാക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 5010 വോട്ടുകളുടെ ലീഡും KM ഷാജിയുടെ വികസന മികവും ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു UDF ഇത്തവണ വീണ്ടും KM ഷാജിയെ അഴീക്കോട് മത്സരത്തിനിറക്കുന്നത്. എന്നാൽ മാധ്യമപ്രവർത്തകനായ MV നികേഷ് കുമാർ മത്സരരംഗത്തെത്തുന്നതോടുകൂടി മത്സരം വലിയ തോതിൽ കടുക്കുന്നു. UDFിലെ വിമതൻ PK രാഗേഷും ഒപ്പം MV നികേഷ് കുമാറിൻ്റെ ഒരു താരപരിവേഷവും തുണയാവും എന്ന ഒരു വിശ്വാസമായിരുന്നു LDFന് അവരുടെ അവസാന സമയം വരെ ഉണ്ടായിരുന്നത്. എന്നാൽ അവസാന സമയത്തേക്ക് എത്തുമ്പോൾ മത്സരം കൂടുതൽ കടുക്കുന്ന, വലിയ ശക്തമായ രീതിയിലേക്ക് മത്സരം മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും PK രാഗേഷ് പിടിക്കുന്ന വോട്ടുകൾ ഇത്തവണ സ്വാഭാവികമായും നിർണായകമാകും. രാഗേഷ് 1500-നും 2000-നും ഇടയിൽ വോട്ടുകൾ ഇത്തവണ അഴീക്കോട് നിന്ന് നേടിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കാൻ കഴിയുക. എന്തായാലും അതിൽ 80% വോട്ടുകളും UDFന് പോകേണ്ട വോട്ടുകളാണ്. അത് ഒരു പ്രധാനപ്പെട്ട ഘടകമായി തന്നെ അവിടെ നിൽക്കുമ്പോഴാണ് MV നികേഷ് കുമാറിന് STPയുടെ പരസ്യ പിന്തുണ ഉണ്ടാവുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അവസാനിച്ച മണിക്കൂറുകളിൽ തന്നെ STPയുടെ ജില്ലാ നേതൃത്വം അടക്കമുള്ള നികേഷ് കുമാറിന് 1000-നും 1500-നും ഇടയിൽ വോട്ട് തങ്ങൾ മറിച്ചു നൽകിയിട്ടുണ്ട് എന്ന അവകാശവാദവുമായി പരസ്യമായി അല്ലെങ്കിൽ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. പല മാധ്യമപ്രവർത്തകർ അടക്കമുള്ള ആളുകളോട് ഇവർ ഇക്കാര്യം തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. സ്വാഭാവികമായും KM ഷാജിയുടെ പരാജയം എന്നത് STPക്ക് രാഷ്ട്രീയമായ ഒരു വിജയമാണ് എന്ന ഒരു നിലപാടെടുത്തുകൊണ്ടാണ് കേഡർ വോട്ടുകളിൽ ഇത്തരത്തിൽ കേഡർ വോട്ടുകൾ നികേഷ് കുമാറിന് നൽകാൻ ഒരു തീരുമാനം STPയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിനൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ ചില സമുദായത്തിലെ വോട്ടുകളും വലിയ തോതിൽ നികേഷിന് മറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. പ്രത്യേകിച്ച് സമസ്തയിലെ ഒരു വിഭാഗം, അതുപോലെ തന്നെ AP വിഭാഗത്തിലെ ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകൾ, ഇത്തരത്തിൽ മുസ്ലിം വോട്ടുകളിൽ ഒരു ഭിന്നത ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നൊരു വിശ്വാസത്തിലാണ് MV നികേഷ് കുമാർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ തൊട്ടപ്പുറത്ത് KM ഷാജി ആവട്ടെ, തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി തന്നെ KM ഷാജി BJPയുടെ ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകൾ KM ഷാജിക്ക് മറിഞ്ഞിട്ടുണ്ട് എന്നൊരു ആരോപണവുമായി CPMന്റെ ജില്ലാ നേതൃത്വം തന്നെ രംഗത്തെത്തുന്നു. മാത്രവുമല്ല, അഴീക്കോട്ടെ പല ബൂത്തുകളിലും BJPക്ക് പോളിംഗ് ഏജന്റുമാർ പോലും ഇല്ലായിരുന്നു എന്ന വലിയ ആക്ഷേപവും CPMന്റെ നേതാവ് MV ജയരാജൻ അടക്കമുള്ളവർ ഇന്ന് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത്തരത്തിൽ
ഇത്തരത്തിലൊരു വോട്ടുകളുടെ ഒരു വിഭജനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് ഒരു ഫലപ്രഖ്യാപനത്തെ അല്ലെങ്കിൽ ഫലം ആർക്ക് അനുകൂലമായിരിക്കും എന്നതിനെ കുറെ കൂടി സങ്കീർണമാക്കുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുക എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം KM ഷാജിയും MP നികേഷ് കുമാറും വലിയ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ഒരു 5000-ൽ താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് രണ്ടു കൂട്ടരുടെയും അവകാശവാദം. എന്തായാലും ഇത്തരത്തിലുള്ള ചില രാഷ്ട്രീയ അടിയൊഴുക്കുകൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം ഉണ്ടായിട്ടുണ്ട് എന്നത് ഏറെക്കുറെ വ്യക്തവുമാണ്. എന്തായാലും നൽകുന്നത് സജാദ് ഇബ്രാഹിം സജീവനും ചേരും അല്പസമയത്തിനകം. അതിനു മുൻപ് വട്ടിയൂർക്കാവ് മണ്ഡലം കൂടി നോക്കിയ ശേഷം അഴീക്കോട് സംബന്ധിച്ച ചർച്ചയിലേക്ക് വരാം. K മുരളീധരൻ, ഡോക്ടർ TN സീമ, കുമ്മനം രാജശേഖരൻ എന്നിവർ മത്സരിക്കുന്ന ത്രികോണ മത്സരം ശക്തമായ മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ തവണ 64.22% കഴിഞ്ഞ തവണത്തെ 2011 പോളിംഗ്. 2016 അത് 70.37%. കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പ്രദേശത്ത് 64.77% 2014 ലോക്സഭാ ഇലക്ഷനിലെ പോളിംഗ്. അൽ അമീൻ ചേരുന്നുണ്ട് നമ്മോടൊപ്പം. വട്ടിയൂർക്കാവിൽ മറ്റൊരു കാര്യം, K മുരളീധരൻ UDF-ന്റെ ശക്തനായ സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ നേതാവ് K മുരളീധരൻ, ഒപ്പം LDF-ന്റേതും ശക്തയായ സ്ഥാനാർത്ഥി തന്നെ TN സീമ, BJP-യുടെ നേതാവ്, സംസ്ഥാന നേതാവ് തന്നെയായ കുമ്മനം രാജശേഖരനാണ് NDA-ക്ക് വേണ്ടി മത്സരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വട്ടിയൂർക്കാവ് തീപാറും പോരാട്ടമായി മാറിയത്. ത്രികോണ മത്സരം ശക്തമായ മണ്ഡലമായി അത് മാറുന്നത്. അലമീൻ ചേരുന്നു നമ്മോടൊപ്പം. അമീൻ, എന്താണ് വട്ടിയൂർക്കാവിൽ ഏറ്റവും അവസാനത്തെ ചിത്രം? എങ്ങനെ, ആർക്കാണ് ആത്മവിശ്വാസമുള്ളത് ഇപ്പോൾ? പ്രസാദ്, തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായിട്ടുള്ള മത്സരം നടന്നൊരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. സംസ്ഥാനം തന്നെ ഉറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് വട്ടിയൂർക്കാവിൽ നടന്നത്. ആദ്യം സിറ്റിംഗ് MLA ആയ K മുരളീധരൻ പ്രതീക്ഷയോടുകൂടിയായിരുന്നു മത്സര രംഗത്തേക്ക് ഇറങ്ങിയത്. എതിർ സ്ഥാനാർത്ഥികളായി ഇടതുപക്ഷ നേതാവും മുൻ MP-യുമായ TN സീമയും BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും മത്സരരംഗത്തെത്തിയതോടുകൂടി K മുരളീധരനെ സംബന്ധിച്ചിടത്തോളം വിജയം എന്നുള്ള ഒരു സ്വപ്നമായി മാറുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ അത്ര കണ്ട് പരിശ്രമിച്ചാൽ മാത്രം വിജയം ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് സ്ഥിതിഗതികൾ ചെലുത്തുകയായിരുന്നു. അതിശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് നടന്നത്. ആർക്കെങ്കിലും മത്സരം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നു, എന്നാൽ പോലും ഒരു നേരിയ മുൻതൂക്കമെങ്കിലും ആർക്കെങ്കിലും കൽപ്പിക്കുക അസാധ്യം തന്നെയാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം, മണ്ഡല പുനർനിർണയത്തിലൂടെയാണ് വട്ടിയൂർക്കാവ് മണ്ഡലം രൂപം കൊണ്ടത്. അതുവരെ തിരുവനന്തപുരം നോർത്ത് മണ്ഡലമായിരുന്നു. തിരുവനന്തപുരം നോർത്ത് മണ്ഡലം ഇടത് വലത് മുന്നണികളെ ഒരുപോലെ പിന്തുണച്ചിരുന്ന ഒരു മണ്ഡലമായിരുന്നു തിരുവനന്തപുരം നോർത്ത്. ആർക്കെങ്കിലും ഒരു വ്യക്തമായ മേധാവിത്വം പറയാൻ സാധ്യമായിരുന്നില്ല. എന്നാൽ വട്ടിയൂർക്കാവ് മണ്ഡലമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് രൂപം കൊണ്ടതും. K മുരളീധരൻ അവിടെ നിന്ന് ചെറിയാൻ ഫിലിപ്പിനെതിരെ 16,167 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതും ഇത് തന്നെയാണ് മുരളീധരന് പ്രതീക്ഷ നൽകുന്നത്. ഈ ഭൂരിപക്ഷം 16,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷവും കഴിഞ്ഞ 5 വർഷം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും ഇത്തവണ തനിക്ക് നേട്ടമായി മാറുക, വോട്ടുകളായി മാറുക എന്നുള്ള പ്രതീക്ഷയാണ് UDF-നും K മുരളീധരനുമുള്ളത്. അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജഗോപാലിന് ലഭിച്ച 2,926 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് BJP പ്രതീക്ഷ നൽകുന്നത്. ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടത്താനായ മികച്ച മുന്നേറ്റവും 9 വാർഡുകളിൽ നേടിയ വിജയവും BJP-ക്ക് പ്രതീക്ഷ നൽകുന്നു. അതേസമയം മണ്ഡലത്തിലെ വോട്ടർമാരിൽ 8,699 വോട്ടർമാർ സ്ത്രീ വോട്ടർമാരാണ്. മാത്രമല്ല, അഭ്യസ്ത വിദ്യർ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ പ്രദേശങ്ങൾ. ഇത് മുൻ കോളേജ് അധ്യാപക കൂടിയായ TN സീമയ്ക്ക് മുതൽക്കൂട്ടാകുമെന്നൊരു കണക്കുകൂട്ടൽ ഇടത് നേതൃത്വവും കൈക്കൊള്ളുന്നു. ഏതായിരുന്നാലും അതിശക്തമായ മത്സരം നടന്നതുകൊണ്ട് തന്നെയാണ് 70.37% പോളിംഗ് വട്ടിയൂർക്കാവിൽ നടക്കാൻ. അലമീനാണ് വിശദാംശങ്ങൾ നൽകിയത്. സജീവനുണ്ട് നമ്മോടൊപ്പം, മാധ്യമ പ്രവർത്തകൻ. ശ്രീ സജീവൻ, അഴീക്കോട് മണ്ഡലവും അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവുമാണ് 10 മണ്ഡലങ്ങളിൽ ആദ്യം നമ്മൾ ചർച്ചയ്ക്കെടുത്തത്. അവിടുത്തെ വിശദാംശങ്ങളാണ് നമ്മുടെ പ്രതിനിധികൾ അവിടെ നിന്ന് നൽകിയത്. അതിൽ അഴീക്കോട് നമുക്കറിയാം 493 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നത്. ഇത്തവണ അത് തിരിച്ചു പിടിക്കാനാണ് LDF MP നികേഷ് കുമാറിനെ ഇറക്കി വലിയ പോരാട്ടം കൊണ്ടുവന്നത്. ഇവിടെ അനുകൂലമായ ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇവിടെ SDPI അവസാന നിമിഷം നികേഷ് കുമാറിന് വോട്ട് മറിച്ചുവെന്നും അതോടൊപ്പം തന്നെ BJP വോട്ടുകൾ KM ഷാജി പിടിച്ചുവെന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിലനിൽക്കുന്നുണ്ട്. എന്തായിരിക്കും അവസാന ചിത്രം അഴീക്കോടിന്റെ? അഴീക്കോട്ട്
ഒരു ശക്തമായ പോരാട്ടം തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തവണത്തെ നേരിയ ഭൂരിപക്ഷം, നികേഷ് കുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം, ഇത് രണ്ടും അവിടെ തുല്യമായിട്ട് നെക്ക് ടു നെക്ക് എന്ന് പറയാവുന്ന രൂപത്തിലുള്ള പോരാട്ടമാണ് അഴീക്കോട് ഉണ്ടായിരുന്നത്. അവിടെ LDF ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടായിരുന്നത് രാകേഷിൻ്റെ, കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന പിന്നീട് വിമത സ്ഥാനാർത്ഥിയായിട്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇത്തവണ അഴീക്കോട്ട് സ്ഥാനാർത്ഥിയായിട്ടുള്ള രാകേഷിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ അഴീക്കോട് അല്ല രാകേഷിൻ്റെ മണ്ഡലം. രാകേഷ് കണ്ണൂരിലാണ് അദ്ദേഹത്തിന് കൂടുതൽ വേരുകളുള്ളത് എങ്കിൽ പോലും കുറേ കോൺഗ്രസ് പ്രവർത്തകർ, അവിടെ കണ്ണൂരിലെ പ്രത്യേകത അനുസരിച്ച് അവിടുത്തെ രണ്ട് ഗ്രൂപ്പുകൾ, സുധാകരൻ ഗ്രൂപ്പും സുധാകര വിരുദ്ധ ഗ്രൂപ്പും, അത് സുധാകര വിരുദ്ധ ഗ്രൂപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു രാകേഷ്. അങ്ങനെ രാകേഷിൻ്റെ അവിടുത്തെ സ്ഥാനാർത്ഥിത്വം LDF അനുകൂലമായിട്ടൊരു ഒരു ഒരു അവസ്ഥയുണ്ടാക്കിയിരുന്നു. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും രണ്ട് വിഭാഗത്തിലും ഉണ്ടായിട്ടുണ്ട്. UDF വളരെ ശക്തമായിട്ട് ഷാജിയുടെ ഒരു MLA എന്ന നിലയിൽ ഷാജി നടത്തിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും, അവിടെ കഴിഞ്ഞ 5 വർഷമായിട്ട് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എല്ലാം വെച്ചുകൊണ്ടുള്ള പ്രചരണം നടത്തിയിരുന്നു. ഈ അവസാന ഘട്ടത്തിൽ രണ്ട് ആളുകൾക്കുമുള്ള ആശങ്കയാണ് SDPIയുടെ വോട്ട് മറഞ്ഞുവെന്നും ഈ BJPയുടെ വോട്ട് മറഞ്ഞുവെന്നുള്ള ഒരു ഇപ്പോഴത്തെ ആരോപണങ്ങളായിട്ട് വരുന്നത്. എന്തായാലും രണ്ട് കൂട്ടർക്കും ജയിക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ തോൽക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള വലിയ ആശങ്കയുമുണ്ട്. ഞാൻ ആ മണ്ഡലത്തിലെ പല ആളുകളുമായിട്ട് സംസാരിച്ചിരുന്നു. അവരൊക്കെ ജയിക്കുമോ എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. തോൽക്കുമോ എന്നുള്ള ഒരു ഭയം അവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഈ ജയിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാകുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജയിച്ചേ മതിയാകൂ എന്ന ഒരു വാശി. ഇപ്പോൾ LDFൻ്റെ പക്ഷത്ത് നികേഷിനെ നിർത്തിയത്, നികേഷിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അവർക്ക് അറിയാമെങ്കിൽ പോലും ആ മണ്ഡലത്തിൽ, ഞാൻ പറയുന്നത് MV രാഘവൻ്റെ മകൻ എന്ന നിലയിൽ ഒരു പക്ഷേ CPM പ്രവർത്തകർക്കൊക്കെ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമുണ്ട്. ഇത്രയും കാലം പാർട്ടി വിരുദ്ധനായിട്ടുള്ള MV രാഘവൻ്റെ മകന് അവിടെ സീറ്റ് കൊടുത്തു, പാർട്ടി ചിഹ്നത്തിൽ സീറ്റ് കൊടുത്തു എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. അത് വളർത്തിയെടുക്കാൻ പരമാവധി UDFൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടായിരുന്നു. നികേഷിന്റെ സഹോദരൻ ഞാൻ തിരിച്ചെത്താം. സജാദ് ഇബ്രാഹിം നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ സജാദ് ഇബ്രാഹിം, എന്താണ് അഴീക്കോട്ട് ഒരു ഫലപ്രവചനം അസാധ്യമാണോ ഇപ്പോഴും? അങ്ങനെയാണ് എനിക്കും തോന്നുന്നത്. കാരണം വളരെ ക്ലോസ് കണ്ടസ്റ്റാണ് അവിടെ നടന്നത്. കഴിഞ്ഞ പ്രാവശ്യം വെറും 500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഷാജി വിജയിച്ചത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ UDFന് എതിരായിട്ടുള്ള വിധി ആകുമോ അല്ലയോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും. UDF പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ പ്രധാനമായിട്ടും എക്സിറ്റ് പോളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാലും UDFന് അത്ര അനുകൂലവുമല്ല. ഇപ്പം ഞങ്ങളുടെ എക്സിറ്റ് പോൾ നോക്കിയാലും കൂടുതലും കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ എക്സിറ്റ് പോളല്ല, ഞങ്ങളുടെ പ്രീ പോൾ നോക്കിയാലും കാണുന്നത് LDFന് അനുകൂലമായ ഒരു വികാരമാണ് പൊതുവെ മലബാറിലൊക്കെ ആഞ്ഞടിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാജിക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം ജനങ്ങൾ പ്രധാനമായിട്ടും വിലയിരുത്തുന്നത് അതാത് മണ്ഡലങ്ങളിലെ ആ MLAയുടെ പ്രവർത്തനമാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഷാജിയുടെ പ്രവർത്തനത്തിൽ ആൾക്കാർ തൃപ്തരാണെങ്കിൽ തീർച്ചയായിട്ടും കാര്യമായ ഒരു പുരോഗതി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നികേഷ് ഒരു പുതുമുഖമാണ്, എന്നാലും ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഇപ്പം ജനങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ജാതിയവും വർഗീയവും അല്ലാന്ന് പറഞ്ഞാലും കുറേ വോട്ടുകൾ ആ വഴിക്ക് നീങ്ങും. അപ്പോൾ ഇതെല്ലാം ആർക്ക് അനുകൂലമാകും എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇതിലൊരു ലാസ്റ്റ് ഒരു വേറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൊത്തത്തിലുള്ള കേരളത്തിലെ ഒരു പ്രതിച്ഛായ, പ്രത്യേകിച്ച് UDFൻ്റെ ഒരു പ്രതിച്ഛായ ആ മണ്ഡലത്തിന് റിഫ്ലക്റ്റ് ചെയ്യുമെന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന കാര്യം തന്നെയാണ്. യെസ്, സജാദ് ഇബ്രാഹിം, മടങ്ങി വരാം താങ്കളിലേക്ക്. ശ്രീ എ സജീവൻ, മറ്റൊരു മണ്ഡലം നമ്മളെടുത്തത് വട്ടിയൂർക്കാവായിരുന്നു. വട്ടിയൂർക്കാവ് വളരെ ശക്തമായ പോരാട്ടം, ത്രികോണ മത്സരം. K മുരളീധരനുണ്ട്, TN സീമയുണ്ട്, കുമ്മനം രാജശേഖരനുണ്ട്. ഈ ഒരു മത്സരത്തിന്റെ അവസാന ചിത്രത്തിൽ താങ്കൾക്ക് എന്ത് വിലയിരുത്താനുണ്ട്? വട്ടിയൂർക്കാവിൻ്റെ കാര്യത്തിൽ അടിയൊഴുക്കുകളാണ് പ്രധാനമായിട്ടും എല്ലാ പാർട്ടികളും ആശങ്കപ്പെടുന്നത്. ഇപ്പോൾ നമുക്കറിയാം BJP അവിടെ കേരളത്തിൽ അവർക്ക് പ്രധാനമായിട്ട് അവർ 70+ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അവർ പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലങ്ങളിൽ ഒന്നാമത്തേത് നേമവും, രണ്ടാമത്തെ വട്ടിയൂർക്കാവും, മൂന്നാമത്തെ കഴക്കൂട്ടവുമായിരുന്നു. തിരുവനന്തപുരം ജില്ലയാണ് അവർ പ്രധാനമായിട്ട് പ്രതീക്ഷിച്ചിരുന്നത്. അതിനപ്പുറത്ത് ഇപ്പം കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരവും കാസർഗോഡും ഉണ്ട്, പാലക്കാടുണ്ട്. ഇങ്ങനെ പല മണ്ഡലങ്ങളെക്കുറിച്ച് അവർ പറയുന്നുണ്ടെങ്കിൽ പോലും അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച മണ്ഡലങ്ങളിൽ ഒന്നാമത്തേത് നേമവും, രണ്ടാമത്തെ വട്ടിയൂർക്കാവുമാണ്. പക്ഷേ ഇന്ന് വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയും BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള കുമ്മനം രാജശേഖരൻ്റെയും
മറ്റും പ്രതികരണം രാജഗോപാലിൻ്റെ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണം വെച്ച് നോക്കിയാൽ അവിടെ ഒരു തരത്തിലുള്ള UDF LDF ഒത്തുകളി നടന്നു എന്നാണ്. സാധാരണഗതിയിൽ ഈ പ്രീപോൾ ഇതുമായിട്ട് പ്രചരണങ്ങളും അതുമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നതനുസരിച്ച് അവകാശവാദങ്ങളാണ് ഉണ്ടാവുക. ഇപ്പം തന്നെ നമുക്കറിയാം ഈ LDF ആണ് LDF തരംഗമാണ് എന്ന രീതിയിലൊക്കെ ചില പ്രഖ്യാപനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും UDFിൻ്റെ നേതാക്കന്മാർ ഓരോരുത്തരും മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ ആളുകളും KPCC പ്രസിഡന്റ് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ എല്ലാവരും ഇതൊന്നുമല്ല എക്സിറ്റ് പോളുകളല്ല ഇവിടെ ഫലം നിശ്ചയിക്കുന്നത്. യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മനസ്സ് ഞങ്ങൾക്ക് അനുകൂലമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ BJP അവർ 70+ എന്ന് പറഞ്ഞ BJPയുടെ നേതാക്കന്മാർ ഇപ്പോൾ അവർക്ക് ഏറ്റവും പ്രതീക്ഷ ഉണ്ടാകേണ്ട 2 മണ്ഡലങ്ങളൊന്നായിട്ടുള്ള വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് പറയുന്നത് അവിടെ LDFും UDFും തമ്മിൽ. ശ്രീ സജീവൻ, ഞാൻ ഇടപെടുന്നു. ഒപ്പം തന്നെ ശ്രീ സജാദ് ഇബ്രാഹിം, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. വട്ടിയൂർക്കാവ് അഴീക്കോട് മണ്ഡലങ്ങളാണ് നമ്മൾ വിശകലനം ചെയ്തത്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഡിഫോക്കസിലേക്ക് തിരികെ എത്തുന്നു. കഴക്കൂട്ടം മണ്ഡലമാണ് ഇനി തിരുവനന്തപുരം ജില്ലയിലെ തന്നെ നമ്മൾ വിശകലനത്തിന് എടുക്കുന്നത്. കഴക്കൂട്ടം മണ്ഡലത്തിൽ നമുക്കറിയാം കഴിഞ്ഞ വർഷം 2011 തെരഞ്ഞെടുപ്പിൽ 67.09% പോളിംഗ്. ഇത്തവണ അത് 73.38% ഈ വർഷത്തെ പോളിംഗ്. 67.31 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ നിന്ന് ഉണ്ടായ പോളിംഗ്. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്കറിയാവുന്നതുപോലെ MA വാഹിദ്, കടകംപള്ളി സുരേന്ദ്രൻ, V മുരളീധരൻ എന്നിവരാണ് പോരാടുന്നത്. അസ്ലമുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അസ്ലം, എന്താണ് അവസാന ചിത്രം? പ്രസാദ്, കഴക്കൂട്ടത്ത് ഏറെക്കുറെ ഏറ്റവും നല്ല ത്രികോണ മത്സരം നടന്ന മണ്ഡലം തന്നെയാണ് കഴക്കൂട്ടം. BJP വോട്ട് അല്ലെങ്കിൽ വോട്ട് ചോർച്ച അല്ലെങ്കിൽ ഒത്തുകളി ആരോപണം ഉന്നയിക്കുമ്പോൾ കഴക്കൂട്ടം മണ്ഡലം ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. നിയമം ഒട്ടുക്കാവ് പറയുമ്പോൾ പോലും കഴക്കൂട്ടത്ത് പറഞ്ഞിട്ടില്ല. അതായത് 3 മുന്നണികളും അല്ലെങ്കിൽ LDFും UDFും BJPയും സ്ഥാനാർത്ഥിയും അവരുടേതായ വോട്ടുകൾ പിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി വിലയിരുത്തേണ്ട കാര്യം. ഒരു ഭാഗത്തേക്കും വോട്ട് ഒരുപക്ഷെ മാറിയിട്ടില്ല അത്രത്തോളം. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രവചനാതീതമായ ഒരു മണ്ഡലമായി കഴക്കൂട്ടം മാറുകയാണ്. ഫോട്ടോ ഫിനിഷിംഗിലായിരിക്കും അവിടുത്തെ വിജയം ഉണ്ടാവുക. 3 പേരും വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. LDFിന്റെ വിജയപ്രതീക്ഷയുടെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, കഴിഞ്ഞ തവണ അല്ലെങ്കിൽ കഴിഞ്ഞ വാഹിദ് സ്ഥിരമായി വിജയിക്കുമ്പോൾ ഒരു BJP അനുകൂല വോട്ടുകളുടെ ഒരു വിഭാഗം കൂടി MA വാഹിദ് എപ്പോഴും കരസ്ഥമാക്കിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പൊതുവെ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഇടതുപക്ഷ മേധാവിത്വമുള്ള ഈ മണ്ഡലത്തിൽ MA വാഹിദ് ജയിച്ചിരിക്കുന്നത്. ഇപ്പോൾ V മുരളീധരൻ എന്ന അവരുടെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഒരു തരത്തിലും BJP അനുകൂല വോട്ടുകളോ BJP വോട്ടുകളോ ഒരു ഭാഗത്തേക്കും MA വാഹിദ് ലഭിക്കില്ല എന്നുള്ളതാണ് അവിടെ ഒന്നാമത്തെ ഒരു അനുകൂല ഘടകം. 2, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നല്ലൊരു വോട്ടുകൾ കടകംപള്ളി സുരേന്ദ്രന് കിട്ടിയെന്ന ഒരു വിലയിരുത്തൽ LDFിനുണ്ട്. ഇതുകൊണ്ട് തന്നെ അവർ വിജയം ഉറപ്പാണെന്നാണ് LDF വിശ്വസിക്കുന്നത്. UDFിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രബലമായി ഉള്ളത് അവരുടെ UDFിന് വിജയിക്കാൻ കഴിയുന്ന വോട്ടുകൾ, MA വാഹിദിന്റെ വ്യക്തിപ്രഭാവത്തിൽ ലഭിക്കുന്ന വോട്ടുകൾ. 2, നായർ വിഭാഗം NSS ആ മണ്ഡലത്തിലുള്ള പൊതുവെ UDFിന് അനുകൂലമായ സമീപനം സ്വീകരിച്ചു എന്ന നിലപാടാണ് UDF ക്യാമ്പ് പറയുന്നത്. ഇതുകൊണ്ട് തന്നെ ഒരുപക്ഷെ BJP അനുകൂല വോട്ടുകൾ BJP അനുഭാവ വോട്ടുകൾ നഷ്ടപ്പെട്ടാൽ പോലും ഈ ഒരു വോട്ടിന്റെ അടിസ്ഥാനത്തിൽ വിജയിച്ച് കയറാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും മുഹമ്മദ് അസ്ലമാണ് വിശദാംശങ്ങൾ നൽകിയത്. ശ്രീ സജാദ് ഇബ്രാഹിം, കഴിഞ്ഞ വർഷത്തെ ലീഡ് കൂടി നമ്മൾ നോക്കണം. കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷം 2196 വാഹിദിന്റേത്. എങ്ങനെ വിശകലനം ചെയ്യുന്നു കഴക്കൂട്ടത്തെ? കഴക്കൂട്ടത്ത് ഇത്തവണ കാര്യമായിട്ട് പോളിംഗ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. പ്രധാനമായും പണ്ട് BJPയുടെ പ്രസൻസ് ഇല്ലാത്തൊരു മണ്ഡലമായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ശേഷമാണ് BJP മനസ്സിലാക്കിയത് ഇവിടെ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം രാജഗോപാലിന് ലോക്സഭാ ഇലക്ഷനിൽ കാര്യമായിട്ട് വോട്ട് കിട്ടിയ ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ BJPയുടെ ശക്തനായ ഒരു കാൻഡിഡേറ്റിനെ അവിടെ കഴക്കൂട്ടത്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലം എന്തായാലും കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പം 1ാം സ്ഥാനമാണ് 2ാം സ്ഥാനമാണോ 3ാം സ്ഥാനമാണെന്ന് കൃത്യമായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും BJPക്ക് 2ഓ 3ഓ ഏതാണ്ട് ഉറപ്പിക്കാവുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നു. 1 ഉറപ്പിക്കാൻ പറ്റുകയില്ല. കാരണം 1ന് ആരാണ് പങ്കാളി എന്ന് ശരിക്കും പറയാൻ കഴിയില്ല. ശ്രീ സജാദ് ഇബ്രാഹിം, തിരിച്ചു വരാം. ശ്രീ എ സജീവൻ, കഴക്കൂട്ടം എങ്ങനെ? കഴക്കൂട്ടം നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ ഈ നേമത്തേക്കാളും വട്ടിയൂർക്കാവിനേക്കാളും മുന്നിൽ നിന്ന പ്രചരണത്തിൻ്റെ ഒരു കാര്യത്തിൽ BJPയുടെ പ്രചരണം NDAയുടെ പ്രചരണം ഏറ്റവും മുന്നിൽ നിന്ന മണ്ഡലമാണ് കഴക്കൂട്ടം. 2ാമത് ചെങ്ങന്നൂരായിരുന്നു. അപ്പോൾ അതിൽ
പക്ഷേ അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോഴേക്ക് വളരെ പിന്നോട്ടേക്ക് അതിൻ്റെ മന്ദഗതി ഉണ്ടാകുന്നൊരവസ്ഥയുണ്ട്. മാത്രമല്ല NSSൻ്റെ അവസാനത്തെ നിലപാട്, കഴക്കൂട്ടം NSSന് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടെ NSSൻ്റെ സുകുമാരൻ നായർ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ ഈ മതേതരത്വത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടായിരിക്കും പൊതുവെ ജനങ്ങൾ വോട്ട് ചെയ്യുക, ഞങ്ങളല്ല ജനങ്ങൾ വോട്ട് ചെയ്യുക എന്നുള്ളത് അതൊരു മെസ്സേജാണ്. അത് BJPക്ക് എതിരായിട്ടുള്ള വോട്ടായിട്ട് മാറണമെന്നുള്ള ഒരു മെസ്സേജ് കൂടി ഉള്ളതുകൊണ്ട് അവിടെ BJPയുടെ സാധ്യത വളരെ കുറവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കിയാൽ വാഹിദ് കഴിഞ്ഞ പ്രാവശ്യം 2000-ലേറെ വോട്ടിന് ജയിച്ചിട്ടുണ്ടെങ്കിലും ചെറിയൊരു മുൻതൂക്കമായിട്ട് തോന്നുന്നത് LDFനാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതോടൊപ്പം തന്നെ ശ്രീ A. സജീവൻ, എങ്ങനെയൊക്കെ ആയിരിക്കാം അടിയൊഴുക്കുകൾ അവിടെ? അടിയൊഴുക്കുകൾ പ്രധാനമായിട്ടും കഴിഞ്ഞ തവണ രാജഗോപാലിന് കിട്ടിയിരുന്ന മൊത്തം ഹിന്ദു വോട്ടുകളുടെ ഒരു അത് NSS വോട്ടുകൾ പരമാവധി അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ NSS വോട്ടുകൾ അവിടെ നിന്ന് BJPക്ക് എതിരായിട്ട് മാറാനാണ് സാധ്യത. അതിന് പ്രധാനപ്പെട്ട കാരണം NSSമായിട്ട് ഒരു പ്രശ്നത്തോട് കൂടിയിട്ട് നിന്നിരുന്ന സുരേഷ് ഗോപിയെ MP ആക്കിയ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ ഒരു NSSൻ്റെ ഒരു ആഭിമുഖ്യം കുറവാണ് BJPയുടെ, അതൊരു പ്രശ്നമാണ്. രണ്ടാമത്തേത് ഈ കുറേ വോട്ടുകൾ BJP NDA മുന്നണി അവിടെ പിടിക്കുന്നുള്ള കാര്യമാണ്. അവിടെ SNDP യോഗത്തിന് കുറേയൊക്കെ ശക്തിയുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വോട്ടുകൾ പോകുന്നത് എവിടെ നിന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് UDFൻ്റെ ഭാഗത്ത് നിന്ന് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കടകംപള്ളിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്തിന് വഴിവെക്കുമെന്നാണ് തോന്നുന്നത്. പക്ഷേ അരുവിക്കരയിൽ സംഭവിച്ച പോലെ രണ്ട് ഭാഗത്തുനിന്നും ഒരേപോലെ പോവുകയോ LDFന് കൂടുതൽ വോട്ട് നഷ്ടപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ടെങ്കിൽ വാഹിദിന് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്തായിരിക്കും ഉണ്ടാവുക. ഇനി കുട്ടനാടാണ്. ഷൈജു ഉണ്ട് വിവരങ്ങൾ നൽകാൻ. കുട്ടനാട്ടിലാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോളിംഗ് 70.03%. ഇത്തവണ അത് 71.4%. ലോക്സഭയിൽ 73.8 ആയിരുന്നു അന്നത്തെ പോളിംഗ്. അതോടൊപ്പം തന്നെ കുട്ടനാട്ടിൽ ശക്തമായ മത്സരം തന്നെ നടന്ന ഒരു മണ്ഡലമാണ്. നമുക്ക് അറിയാവുന്നതുപോലെ അതോടൊപ്പം തന്നെ കുട്ടനാട്ടിൽ നമുക്കറിയാം അഡ്വക്കേറ്റ് ജേക്കബ് അബ്രഹാം ആയിരുന്നു കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി UDFൻ്റെ സ്ഥാനാർത്ഥിയായി വന്നത്. തോമസ് ചാണ്ടി നേരത്തെയുള്ള LDFൻ്റെ സ്ഥാനാർത്ഥി തന്നെ. സുഭാഷ് വാസു BDJS, അതാണ് നിർണായകമായ ഒരു മത്സരം അവിടെ ഉണ്ടാക്കുന്നതും. ഷൈജു, നമ്മൾ അവസാനത്തേക്കെത്തുമ്പോൾ കുട്ടനാട് ഇപ്പോഴും NDA പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. എന്താണ് അവിടുത്തെ യഥാർത്ഥ അവസ്ഥ? പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടനാട് ഇത്തവണ അതിൻ്റെ നിയമസഭാ മണ്ഡലത്തിലെ മത്സരത്തിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സുഭാഷ് വാസു എന്ന NDA സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം തന്നെയായിരുന്നു. BDJSൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായ സുഭാഷ് വാസുവിനെ അവിടെ മത്സരത്തിനിറക്കിയത് വളരെ ബോധപൂർവമാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 70 SNDP ശാഖകളുണ്ട്. ഒരു SNDP ശാഖകൾക്ക് കീഴിൽ ഒന്നിലധികം മൈക്രോ ഫിനാൻസ് യൂണിറ്റുകളുണ്ട്. ഈ സംവിധാനങ്ങളെ വോട്ടാക്കി മാറ്റിക്കൊണ്ട് വിജയത്തിലേക്ക് അടുക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയിലാണ് NDA BDJS ഈ സീറ്റ് NDA ഘടകത്തിൽ നിന്നും ചോദിച്ചു വാങ്ങി അവിടെ മത്സരിക്കാൻ സന്നദ്ധമായത്. എന്നാൽ തോമസ് ചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം വലതുപക്ഷത്തു നിന്നും 2 തവണ വിജയിച്ച ഒരാളാണ് എന്നത് കുട്ടനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തോമസ് ചാണ്ടിയെ അത്ര വേഗം എഴുതിത്തള്ളാൻ കഴിയില്ല എന്നത് കുട്ടനാട്ടിലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇപ്പോൾ BDJSൻ്റെ ഈ സാന്നിധ്യം അവിടെ ഉണ്ടാകുമ്പോൾ പോലും SNDPക്കാരായ ഈഴവരായ CPMൻ്റെ വോട്ടുകൾ കൃത്യമായി ഇടതുപക്ഷത്ത് വീഴുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ശക്തമായ ഒരു പ്രചാരണ സംവിധാനം CPMന് ഉപയോഗിച്ചുകൊണ്ട് അവിടെ നടത്തി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ഒരാളെ വളരെ കൃത്യമായി അവിടെ നിയോഗിക്കുകയും വോട്ട് ചോരാതിരിക്കാനുള്ള ഒരു സംവിധാനം ഉയർത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സഭകളുടെ വോട്ടുകൾ കൃത്യമായി ഇടതുപക്ഷത്തിന് അനുകൂലമായി തോമസ് ചാണ്ടിക്ക് അനുകൂലമായി വീഴുന്നതിനുള്ള ഒരു സാഹചര്യവും അവർ ഒരുക്കാൻ ശ്രമിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ SNDPയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ NSS വോട്ടും അനുകൂലമാക്കാനുള്ള ഒരു ശ്രമം ഇടതുപക്ഷം നടത്തി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ UDFൽ നിന്നും LDFൽ നിന്നും വോട്ട് പിടിച്ചെടുക്കാമെന്ന ഒരു പ്രതീക്ഷയാണ്. അതോടൊപ്പം തന്നെ SNDP വോട്ടുകൾ കൂടി ചേർന്നാൽ വിജയിച്ച് കയറാം എന്ന ഒരു പ്രതീക്ഷ. അതിനാണ് അവർ പ്രധാനമന്ത്രിയെ വരെ പ്രചാരണ
പ്രചാരണത്തിനിറക്കി ശക്തമായ പ്രചാരണമാണ് കുട്ടനാട്ടിൽ NDA നടത്തിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ പ്രചാരണത്തിന്റെ ലക്ഷണങ്ങൾ എല്ലാം മൊത്തത്തിൽ ഫീൽഡ് കണ്ടു കഴിഞ്ഞാൽ NDAയും ഇടതുപക്ഷവും തമ്മിലായിരിക്കും മത്സരം എന്നാണ് വിചാരിക്കുക. എന്നാൽ UDFന്റെ സ്ഥാനാർത്ഥിയാവട്ടെ ഇതിനിടയിൽ വളരെ സൈലന്റായി പ്രചാരണം നടത്തിയായിരുന്നു. UDFന്റെ ഒരു പ്രതീക്ഷ ഈ രണ്ടു പേരുടെയും ശക്തമായ പ്രചാരണത്തിലും വോട്ട് പരസ്പരം ഭിന്നിച്ചെടുക്കുന്നതിൻ്റെയും ഇടയിലൂടെ ജയിച്ചു കയറാമെന്ന് UDF കരുതുമ്പോൾ തൻ്റെ സ്ഥിരമായ വോട്ടുകളെ നിലനിർത്തുകയും മറ്റ് ക്രിസ്ത്യൻ നായർ വോട്ടുകളെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ജയിച്ചു കയറാം എന്ന് ഇടതുമുന്നണിയും ശക്തമായി പ്രതീക്ഷിക്കുന്നു. തോമസ് ചാണ്ടി അക്കാര്യത്തിൽ ശുഭപ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകം CPM അതിന്റെ സംഘടനാ സംവിധാനം വളരെ ശക്തമായി കുട്ടനാട്ടിൽ ഉപയോഗപ്പെടുത്തി തോമസ് ചാണ്ടിക്ക് വേണ്ടി രംഗത്ത് ഷൈജു ആണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കുട്ടനാടിന്റെ വിശദാംശങ്ങൾ സജീവനിലേക്കും സജീവൻ, ഇവിടെ കൃത്യമായി ഇടതുപക്ഷവും LDFും NDAയും തമ്മിലാണ് ശക്തമായ മത്സരം പുറമേക്ക് നടന്നിരുന്നത് എന്നും അതോടൊപ്പം തന്നെ ജേക്കബ് എബ്രഹാം ഇതിനകത്ത് നിന്ന് കൃത്യമായി തനിക്ക് വേണ്ട വോട്ടുകൾ ശേഖരിച്ചുവെന്നുമാണ് ഷൈജുവിന്റെ നിരീക്ഷണം. യോജിക്കുന്നുവോ? ഞാൻ ഷൈജു പറഞ്ഞതിന് ചെറിയ രൂപത്തിലും തിരുത്തുന്നു. NDAയും ഇടതുപക്ഷവും തമ്മിലുള്ള പോരാട്ടം എന്നതിനേക്കാൾ നമുക്ക് ഈ 140 മണ്ഡലങ്ങളിൽ 139 വ്യത്യസ്തമായിട്ട് ഈ മണ്ഡലത്തിൽ കുട്ടനാടിന് പ്രത്യേകതയുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ പണം ഇറങ്ങിയ മണ്ഡലമാണ്. ഞാൻ അതിനെക്കുറിച്ച് അവിടെ പോയി കണ്ടിട്ടുള്ളതല്ല, അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ പണം ഇറങ്ങിയ മണ്ഡലമാണ് അത്. BJP NDA എന്ന് പറയുമ്പോൾ BJP ആണല്ലോ മുന്നിൽ. BJPയുടെ ഒരു പ്രതീക്ഷയുള്ള മണ്ഡലമൊന്നുമല്ലത്. അവിടെ പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ BDJSന്റെ സാരഥിയായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്റ്റീജിയസ് മണ്ഡലമാണ്. അവിടെ സുഭാഷ് വാസു എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ നേർപ്രതിനിധിയായിട്ട് നിൽക്കുന്ന ഒരാളാണ്. വെള്ളാപ്പള്ളി നടേശന് BJPക്ക് അവിടെ ഈ സംസ്ഥാനത്ത് ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും BDJSൻ്റെ സീറ്റ് കിട്ടണമെന്നുള്ള അത്യാവശ്യമായിട്ടൊരു ഏറ്റവും വലിയ വാശി തന്നെയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പരമാവധി ശക്തി അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അവിടുത്തെ SNDP യോഗത്തിനെ പരമാവധി ഉപയോഗിക്കുന്നുണ്ട്. അവിടുത്തെ എല്ലാ ശാഖകളെയും പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയത്ത് കുട്ടനാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു BDJS സ്ഥാനാർത്ഥി, പ്രത്യേകിച്ച് വെള്ളാപ്പള്ളിയുടെ പ്രതിനിധിയായിട്ട് ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ അപകടം CPMനാണ് എന്നറിയാവുന്നതുകൊണ്ട് CPM അതിൻ്റെ പരമാവധി ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവിടെ ചെറുക്കാനും ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല തോമസ് ചാണ്ടിയുടെ കാര്യം നമുക്കറിയാവുന്നതാണ്. കേരളത്തിലെ ഏറ്റവും ശക്തനായ സാമ്പത്തിക ശക്തിയാണ് പറയുന്നത്, ശക്തനായ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. ഏത് രീതിയിലും അവിടെ എതിരാളിയെ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിന് അറിയാം. അപ്പം അങ്ങനെ തോമസ് ചാണ്ടിയുടെ ഒരു സാമ്പത്തിക ബലവും ഈ CPMൻ്റെ ഒരു സംഘടനാ ബലവും ചേർന്ന അതൊരു ഭാഗത്തും ഈ വെള്ളാപ്പള്ളിയുടെ വാശിയും മറ്റും ചേർന്നിട്ടുള്ളത് വേറൊരു ഭാഗത്തുമാണ് നിൽക്കുന്നത്. BJP ഒരു B ടീമായിട്ട് മാത്രം നിൽക്കുന്നു എന്നേ ഉള്ളൂ. ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയെ അവിടെ വെള്ളാപ്പള്ളി നടേശൻ നേരിട്ട് കൊണ്ടുവന്നത്. മുഖ്യമന്ത്രി അവിടെ പോയിട്ട് ഒരു വിവാദ പ്രസംഗം നടത്തിയത് പോലും BJP ഇവിടെ ശക്തിയാണ്, CPM രണ്ടാം സ്ഥാനത്താണെന്ന് വരുത്തിയിട്ട് BJPയും UDF തമ്മിലുള്ള മത്സരമാണ്, അല്ലെങ്കിൽ NDAയും UDFും തമ്മിലുള്ള മത്സരമാണെന്ന് വരുത്താൻ ശ്രമിച്ചു. പക്ഷേ ഇപ്പോഴവിടെ നടക്കുന്നത് ഈ LDFും NDAയും തമ്മിലുള്ള പോരാട്ടമാണ്. തിരിച്ചു വരാം സജീവൻ. ഷൈജു, എന്തെങ്കിലും കൂടി ചേർക്കാനുണ്ടോ? UDFനെ സംബന്ധിച്ച് മറ്റൊരു പ്രശ്നം കൂടി അവിടെ അലട്ടുന്നുണ്ട് എന്നത് നമുക്ക് മത്സരരംഗത്ത് നിന്ന് കാണാൻ കഴിയും. ജോസ് കോയിപ്പള്ളി എന്ന ഒരു വിമത സ്ഥാനാർത്ഥിയുണ്ട്. അവിടെ പ്രചാരണത്തിൽ അദ്ദേഹം അത്ര ശക്തനല്ല എങ്കിൽ പോലും അത് UDFന് വോട്ട് ലഭിക്കുന്നതിനെ ബാധിക്കും എന്നതാണ്. നേരത്തെ സജീവൻ സൂചിപ്പിച്ചതുപോലെ തന്നെ CPMൻ്റെ സംഘടനാ ശക്തിയും പണമിറക്കിയുള്ള ശക്തമായ പ്രചാരണവും ഇടതുമുന്നണിക്ക് തുണയാകും എന്നത് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്ത്യൻ വോട്ടുകളും നായർ വോട്ടുകളും CPMൻ്റെ ഉറച്ച വോട്ടുകളും ചേരുമ്പോൾ ഇടതുമുന്നണിക്ക് ജയിച്ചു കയറാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ടാണ് തോമസ് ചാണ്ടി മുന്നോട്ട് പോകുന്നത് എന്നതാണ് കുട്ടനാട്ടിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വസ്തുത. BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ അത്ര വലിയ ഒരു ശക്തിയല്ലാത്തതുകൊണ്ടും BDJSൻ്റെ ഒരു സ്ഥാനാർത്ഥിയായതുകൊണ്ടും അവിടെ BDJS ജയിക്കുന്നത് BJP ഇഷ്ടപ്പെടുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇടതുമുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉയരുന്നുണ്ടോ എന്നൊരു സംശയമാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ സജാദ് ഇബ്രാഹിം, എങ്ങനെയാണ് കുട്ടനാട്ടിലെ മത്സരം നമുക്ക് എന്താണ് നൽകുന്നത്? കുട്ടനാട് ചുരുക്കി പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ SNDPയുടെ വോട്ടുകൾ ബൾക്കായിട്ട്
BDJS അല്ലെങ്കിൽ BJP പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പൊതുവേ ഇപ്പോൾ കേരളത്തിൽ ഞങ്ങളുടെ പ്രീ പോളിൽ കണ്ടതും അങ്ങനെ തന്നെയാണ്. ഈഴവ വോട്ടുകൾ ഇപ്പോൾ കാര്യമായിട്ട് പോയിരിക്കുന്ന LDFന് അനുകൂലമായിട്ടാണ്. അപ്പോൾ ആ ട്രെൻഡ് തീർച്ചയായിട്ടും കുട്ടനാട്ടിലും കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ BDJSന്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ എനിക്ക് സെക്കൻഡ് അല്ല ഫസ്റ്റിലോട്ട് കടക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഒന്നാം സ്ഥാനം നേരത്തെ മത്സരിച്ച അവിടെ പരിചിതനായ ഒരു സ്ഥാനാർത്ഥിയാണ് LDF നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് LDFന് അനുകൂലമാവാനാണ് ഏറെക്കുറെ ആ മണ്ഡലത്തിൽ സാധ്യത. അതുപോലെ പോളിംഗ് പെർസെൻറ്റേജും കുറവാണ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും. അപ്പോൾ BDJS പറയുന്നത് പോലെയുള്ള ഒരു മുന്നേറ്റം നടന്നാൽ തീർച്ചയായും ആ പോളിംഗ് പെർസെൻറ്റേജ് കൂടേണ്ടതാണ്. അതും കൂടിയിട്ടുമില്ല. അപ്പോൾ ആ രീതിയിൽ എനിക്കും തോന്നുന്നത് കാര്യമായിട്ട് അത് BDJSന് തുണയ്ക്കില്ല. അത് LDFന് അനുകൂലമായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് വിശ്വസിക്കുന്നത്. റൈറ്റ്. വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. ഇനി തൃശ്ശൂർ, പൂഞ്ഞാർ മണ്ഡലങ്ങളിലെ വിശകലനവുമായി ശ്യാമും അതോടൊപ്പം തന്നെ ആൽവിനും ചേരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഡി ഫോക്കസ് തുടരുന്നു. ഇനി തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് വരാം. വിശദാംശങ്ങൾ നൽകാൻ ശ്യാം കൃഷ്ണൻ നമ്മോടൊപ്പം ചേരും. ആദ്യം തൃശ്ശൂരിൽ ഈ തെരഞ്ഞെടുപ്പിൽ 73.34% പോളിംഗ് ആണ് ഉണ്ടായത്. കഴിഞ്ഞ തവണ 2011 അത് 69.67% പോളിംഗ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2014 68.71 തൃശ്ശൂരിലെ പോളിംഗ്. ഇത്തവണ മത്സരരംഗത്തുള്ളത് പത്മജ വേണുഗോപാൽ, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ എന്നിവരാണ്. LDF UDF സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഏറ്റവും ശക്തമായി തന്നെ മത്സരരംഗത്തുള്ളത്. B ഗോപാലകൃഷ്ണന്റെ സാന്നിധ്യം മോശമല്ലാത്ത ഒരു സാന്നിധ്യം തന്നെ അവിടെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ശ്യാം കൃഷ്ണൻ ചേരുന്നു. ശ്യാം, ഈ വർഷം കൂടുതൽ പോളിംഗ് ഉണ്ടായിരിക്കുന്നതായി നമുക്ക് കാണാം. 69.67 നിന്ന് 73.34 ഉയർന്നിരിക്കുന്നു. കഴിഞ്ഞ തവണ നമുക്കറിയാം തേർമൽ രാമകൃഷ്ണന്റെ ലീഡ് ഭൂരിപക്ഷം 16,169 തേറമ്പിൽ മാറി പത്മജ വരുന്നു. ഇടതുപക്ഷത്ത് ശക്തനായ സ്ഥാനാർത്ഥി തന്നെ VS സുനിൽകുമാർ വരുന്നു. എന്ത് മാറ്റമുണ്ടാക്കി ഈ ഘടകങ്ങൾ? പ്രസാദ്, സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെ ശ്രദ്ധേയമായ മണ്ഡലമാണ് തൃശൂർ. കാരണം 3 പതിറ്റാണ്ടിലധികം കോൺഗ്രസിലെ തേറമ്പിൽ രാമകൃഷ്ണൻ പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും UDFനെ തുണച്ച മണ്ഡലം, ഒരു കാലത്തും UDFനെ കൈവിടാത്ത മണ്ഡലം. ഇങ്ങനെ UDFന് അനുകൂലമായ ഒട്ടനവധി ഘടകങ്ങൾ ഇവിടെയുണ്ട്. എന്നാൽ പത്മജ വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വവും LDFിലെ VS സുനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിത്വവും പ്രഖ്യാപിക്കപ്പെട്ട നാൾ മുതൽ തന്നെ തൃശൂരിൽ വലിയ മത്സരത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ഇപ്പോൾ UDF കേന്ദ്രങ്ങൾ കണക്ക് കൂട്ടുന്നത് ഏറ്റവും അവസാന കണക്കുകൾ പ്രകാരം UDF കേന്ദ്രങ്ങൾ പറയുന്നു 5000-ന് താഴെ വോട്ടുകൾക്ക് പത്മജ വേണുഗോപാൽ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് UDF ജില്ലാ നേതൃത്വത്തിന്റെ കണക്ക്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 16,163 വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ വിജയിച്ച മണ്ഡലത്തിലാണ് 5000-ൽ താഴെ വോട്ടുകൾക്ക് വിജയിക്കുമെന്ന കണക്കിലേക്ക് UDF എത്തുന്നത്. അഥവാ UDF വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ടായിട്ടുണ്ട് എന്ന് UDF തന്നെ സമ്മതിക്കുന്നു. മാത്രമല്ല നഗരത്തിലാണ് ഇപ്രാവശ്യം മറ്റു തെരഞ്ഞെടുപ്പുകൾ അപേക്ഷിച്ച് നഗരപ്രദേശങ്ങളിൽ വലിയ തോതിൽ പോളിംഗ് കൂടുകയുണ്ടായി. ഇതിൽ തന്നെയായിരുന്നു പത്മജ വേണുഗോപാലിന്റെ പ്രതീക്ഷ. എന്നാൽ BJPയുടെ സജീവമായ സാന്നിധ്യവും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരപ്രദേശങ്ങളിൽ നിന്ന് BJP ശേഖരിച്ച വോട്ടുകളും അതുപോലെ B ഗോപാലകൃഷ്ണൻ നേടുകയാണെങ്കിൽ ഈ നഗരപ്രദേശങ്ങളിലുണ്ടായ വോട്ട് വർധനവ് പത്മജ വേണുഗോപാലിന് അനുകൂലമാകില്ല. കുറച്ചുകൂടി ശാസ്ത്രീയമായ കണക്കുകൾ എടുത്തിട്ടുള്ളത് LDF ആണ്. LDFന്റെ കണക്കുകൾ പ്രകാരം രാഷ്ട്രീയപരമായ വോട്ടുകൾ അവർ കൃത്യമായി വിഭജിച്ച് LDFനും UDFനുമുള്ള വോട്ടുകൾ വീതം വെച്ച് ശേഷം എടുത്ത കണക്കുകളിൽ ഒരു 2500-നും 3000 വോട്ടുകൾക്കും പുറകിലാണ് VS സുനിൽകുമാർ. അതേസമയം തന്നെ 20,000-ഓളം വരുന്ന മറ്റു വോട്ടുകൾ. ഞാൻ ഇടപെടുന്നു. ശ്രീ A സജീവൻ, എന്തു തോന്നുന്നു? UDFന് ഈ രീതിയിൽ വോട്ട് നഷ്ടപ്പെട്ടാലും 16,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം അത് പത്മജ വേണുഗോപാലിന് UDF വോട്ടുകൾ നഷ്ടപ്പെട്ടാലും VS സുനിൽകുമാറിന് രക്ഷയില്ല എന്നാണോ? ഇല്ല, തീർച്ചയായിട്ടും സാധാരണ രീതിയിൽ കണക്ക് നോക്കിയാൽ നമ്മൾ തൃശ്ശൂരിനെ സംബന്ധിച്ച് ഒരു വിലയിരുത്താൻ ഒരു വലിയ താമസമൊന്നും വേണ്ടതില്ല. കാരണം കുറേ കാലമായിട്ട് അത് UDFന്റെ മണ്ഡലമാണ്. തേറമ്പിൽ രാമകൃഷ്ണൻ വളരെ സ്വന്തം മണ്ഡലമായിട്ട് ഒരു 3 പതിറ്റാണ്ടോളം കൊണ്ടുനടക്കുന്ന മണ്ഡലമാണ്. പക്ഷെ അതേ സമയത്ത് ഇത്തവണ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സമയത്തും അതിന് തൊട്ടു മുമ്പായിട്ടും തേറമ്പിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ വൻ ഭൂരിപക്ഷം ഒരു 20,000-നേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടും, മറ്റാരെങ്കിലുമാണ് വന്നതെങ്കിൽ അത് ജയിക്കുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്നാണ് തേറമ്പിൽ തുടക്കത്തിൽ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കോൺഗ്രസ് നേതാവായിട്ടുള്ള പഴയ മന്ത്രി CN പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ
അവിടെ UDF വലിയ പ്രതീക്ഷയില്ല. കേരളത്തിൽ തന്നെ മൊത്തമായിട്ട് പ്രതീക്ഷയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. UDF വലിയ പ്രതീക്ഷ തൃശ്ശൂരിലും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഒക്കെയാണെങ്കിലും അവിടെ ഇത്രയും വലിയൊരു ഭൂരിപക്ഷം കുറച്ച് കൊണ്ടുവരിക എന്ന് പറയുന്ന സുനിൽകുമാർ നല്ല സ്ഥാനാർത്ഥിയാണ്, പത്മജ വേണുഗോപാൽ നല്ല സ്ഥാനാർത്ഥിയാണ്. പക്ഷേ സുനിലിൻ്റെ ആ ഒരു ഡ്രൈവ് ഉപയോഗിച്ചുകൊണ്ട് എത്രമാത്രം കുറയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല. എന്നാലും ജയം എനിക്ക് തോന്നി നേരിയ ഭൂരിപക്ഷം UDF ആവാനുള്ള സാധ്യത. സജാദ് ഇബ്രാഹിം, താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു തൃശ്ശൂരിനെ? തൃശ്ശൂർ പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയായിട്ട് കാലങ്ങളായി UDFൻ്റെ ഒരു മണ്ഡലമാണ്. ആ UDF മണ്ഡലമായാലും കേരളത്തിലെ പൊതു വികാരമുണ്ട്. അത് ഭരണവിരുദ്ധ വികാരമാണോ ഭരണത്തിന് അനുകൂലമാണോ എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ പ്രീ പോളിൽ കാണുന്ന പോലെ ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ അത് LDF അനുകൂലമാവോ എന്നുള്ളതാണ് കാണേണ്ടത്. മാത്രമല്ല പത്മജ വേണുഗോപാലിനെ വിലയിരുത്തുന്ന ജനങ്ങളായിരിക്കും തൃശ്ശൂർ. അപ്പോൾ പത്മജ നല്ല കാൻഡിഡേറ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യവും തൃശ്ശൂർക്കാർ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കുമ്പോൾ UDF എത്രമാത്രം വോട്ട് കിട്ടും നമ്മൾ കാണേണ്ടതാണ്. അത് എനിക്ക് അത്ര വിശ്വാസമില്ല. താങ്കളിലേക്ക് ഒപ്പം തന്നെ ഇനി പൂഞ്ഞാർ മണ്ഡലം വിലയിരുത്താൻ ആൽവിൻ തോമസ് ഉണ്ട്. തിരിച്ചു വരാം, ചെറിയ ഇടവേള. ഫോക്കസ് തുടരുന്നു. ഇനി പൂഞ്ഞാർ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 70.15% പോളിംഗ് എങ്കിൽ ഇത്തവണ അത് 75% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ PC ജോർജിന്റെ സാന്നിധ്യമാണ് പൂഞ്ഞാറിനെ ശ്രദ്ധേയമാക്കുന്നത്. 15,704 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പഴയ PC ജോർജിന് പൂഞ്ഞാർ മണ്ഡലം നൽകിയിരിക്കുന്നത്. ജോർജ് കുട്ടി അഗസ്തി, PC ജോസഫ് എന്നിവരും അതിശക്തമായി തന്നെ മത്സരരംഗത്ത് ഉണ്ടായിരുന്നു. ആൽവിൻ തോമസ് ഉണ്ട്. ആൽവിൻ, ഇപ്പോഴും PC ജോർജിന് സാധ്യത കൽപ്പിക്കപ്പെടുന്നു. പ്രസാദ്, PC ജോർജിന്റെ പാളയം വലിയ ആത്മവിശ്വാസത്തിലാണ്. അവർ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. അവർ വിജയിക്കുമെന്ന് ഒരു ഉറപ്പിച്ചു പറയുന്നു. 15,000 കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷമായ 15,000-ൽ തന്നെ അവർ ഭൂരിപക്ഷം എത്തുമെന്നാണ് പറയുന്നതെങ്കിലും അത്രത്തോളം ഉണ്ടാകില്ല എങ്കിൽ പോലും എവിടെയൊക്കെയോ പ്രതീക്ഷകൾ അവർക്ക് വളരെ സജീവമായി തന്നെ ഇപ്പോഴുമുണ്ട്. സ്ഥാനാർത്ഥി നിർണയം കൊണ്ട് തന്നെ പൂഞ്ഞാർ മണ്ഡലം ഏറെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. ആദ്യം കോൺഗ്രസ് ആവശ്യപ്പെട്ട സീറ്റായിരുന്നു ഇത്. എന്നാൽ KM മാണി അത് വിട്ടു നൽകിയില്ല. CPM-നാകട്ടെ CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടറി KJ തോമസ് അവിടെ മത്സരിക്കണമെന്നൊരു വികാരം അവിടെ CPM പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. പിന്നീട് PC ജോർജ് മത്സരസ്ഥാനത്തേക്ക് വരുമെന്ന ഒരു പ്രചരണം ഉണ്ടായിരുന്നു, അതുമുണ്ടായില്ല. അങ്ങനെ ഒടുവിൽ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ PC ജോസഫാണ് മത്സരത്തിലേക്ക് വന്നത്. അങ്ങനെ സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ തന്നെ ഏകദേശം വലിയ ഒരു പ്രചരണ രംഗത്തും വലിയ ഒരു പൂഞ്ഞാർ മണ്ഡലം എന്ന് പറയുന്നത് ശ്രദ്ധാകേന്ദ്രമായിരുന്നു. സംസ്ഥാനത്തുടനീളമുള്ള മത്സരങ്ങളിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം തന്നെയായി പൂഞ്ഞാർ മണ്ഡലം മാറി. ഏതായാലും അവിടെ BDJS-ന്റെ സ്ഥാനാർത്ഥി MR ഉല്ലാസ് കൂടി മത്സര രംഗത്ത് എത്തിയതോടെ ചതുഷ്കോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. 25,000-ഓളം വോട്ടുകൾ അവിടെ BDJS സ്ഥാനാർത്ഥിക്ക് ഉണ്ടെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. ആൽവിൻ തോമസ്, സജീവൻ, എന്താണ് PC ജോർജിന്റെ ഭാവി? PC ജോർജ് ഒരു തീക്കൊള്ളിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തെ അത് തലയിൽ വെച്ചാലും മടിയിൽ വെച്ചാലും ഒക്കെ പ്രശ്നമായതുകൊണ്ടാണ് PC ജോർജിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കേണ്ടതെന്ന് CPM തീരുമാനിച്ചത്. പക്ഷേ CPM ചെയ്ത ഒരു വിഡ്ഢിത്തമെന്നാണ് ഞാൻ പറയുക. കാരണം ഈ ഒരു അവസ്ഥയിൽ PC ജോർജിനെ പോലെ ഈ ഒരു നന്നായിട്ട് വോട്ട് പിടിക്കാനറിയാം, പൂഞ്ഞാർ മണ്ഡലത്തിൻ്റെ മുക്കും മൂലയും ഒരേപോലെ അറിയാവുന്ന ഒരാളും അവിടെയുള്ള ജനങ്ങൾ ഓരോരുത്തരുമായിട്ട് ബന്ധമുള്ള ഒരാളെയും മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ PC ജോർജ് ശത്രുവാകുമെന്ന് മനസ്സിലാക്കേണ്ടത്. ഒറ്റയ്ക്ക് നിൽക്കുന്ന PCക്ക് എത്രമാത്രം സാധ്യതയുണ്ട്? അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പോലും PC ജോർജ് ജയിച്ചാൽ എനിക്ക് അത്ഭുതമായി തോന്നില്ല. നേരിയ ഭൂരിപക്ഷത്തിന് PC ജോർജ് ജയിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശ്രീ സജാദ് ഇബ്രാഹിം, എന്താണ് വിലയിരുത്തൽ പൂഞ്ഞാറിനെ കുറിച്ച്? പൂഞ്ഞാറിലും എനിക്കും ഏതാണ്ട് ഇതേ കാഴ്ചപ്പാടാണ്. കാരണം അവിടെ നിറസാന്നിധ്യമാണ് PC ജോർജ്. അത് നമ്മൾ ഈ വളരെ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് നിന്നാൽ പോലും ഒരു പക്ഷേ നേരിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല പ്രീ പോളിൽ ഞങ്ങൾ ഇതിനകത്ത് കാണുന്ന അതേഴ്സിനകത്ത് ഒരു സീറ്റ് കിട്ടാനൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷേ PC ജോർജ് ആയിക്കൂടാന്നില്ല. അപ്പോൾ ആ രീതിയിൽ എനിക്ക് PC ജോർജിനോട് എനിക്ക് തോന്നുന്ന ഒരു സാധ്യതയുണ്ട്. എന്തായാലും ഇടതുപക്ഷത്തിന് സാധ്യത തീരെ കുറവായിട്ടാണ് എനിക്ക് ആ മണ്ഡലത്തിൽ ഞാൻ വിലയിരുത്തുന്നത്. ഇനി ആറന്മുള മണ്ഡലത്തിലേക്ക് വരാം. ആറന്മുള മണ്ഡലത്തിൻ്റെ അവസ്ഥ കൂടി പരിശോധിക്കാം. ആറന്മുള മണ്ഡലത്തിൽ 65.62 കഴിഞ്ഞ തവണത്തെ പോളിംഗ് എങ്കിൽ ഇത്തവണ അത് 70.48 ഉയർന്നിട്ടുണ്ട്. ആറന്മുളയിലെ പോളിംഗ് കഴിഞ്ഞ തവണ ആറന്മുളയിൽ 6511 വോട്ടുകൾക്കാണ് ശിവദാസൻ നായർ വിജയിച്ച് പോയത് എന്നതും ശ്രദ്ധേയമാണ്. ആറന്മുളയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ സജോ
നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആറന്മുളയിൽ എന്താണ് അവസ്ഥ? വീണ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം, അതോടുകൂടി തന്നെ MT രമേശ് ഉണ്ട്, BJPയുടെ അഡ്വക്കേറ്റ് K ശിവദാസൻ നായർ, ശക്തനായ UDFന്റെ സ്ഥാനാർത്ഥി. എന്താണ് അവസാന ചിത്രം? പ്രസാദ്, ആറന്മുളയുടെ ഒരു ചിത്രം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശരാശരിയിൽ മാറ്റമുണ്ടാകുന്നു. പക്ഷേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം 19,000 പരം വോട്ടർമാർ അവിടെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിലെല്ലാം തന്നെ പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ത്രികോണ മത്സരം എന്നുള്ള രീതിയിലുള്ള ഒരു ചിത്രമായിരുന്നു അവിടെ തെളിഞ്ഞിരുന്നത്. എന്നാൽ പ്രചാരണത്തിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ BJP കുറേയധികം പ്രതിരോധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ആറന്മുളയിൽ ഉണ്ടായി. അതിൽ പ്രധാനപ്പെട്ട കാരണം MT രമേശിന് മുന്നോക്ക വോട്ടുകൾ വലിയ തോതിൽ ആകർഷിക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള ഒരു പ്രചരണമുണ്ടായി. അതിന്റെ ഭാഗമായി BJP അല്പം പ്രതിരോധത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. വീണ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം ആദ്യഘട്ടത്തിൽ പാർട്ടിക്കുള്ളിൽ വിളിച്ചു വരുത്തിയിരുന്നു. പ്രതിഷേധം തെരുവിലേക്ക് നീളുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പ്രചരണ രംഗത്ത് വീണ ജോർജ് പ്രചരണ രംഗത്ത് വലിയ തോതിലുള്ള മുന്നേറ്റം നടത്തി. നല്ല രീതിയിലുള്ള പ്രചരണം നടത്താൻ കഴിയും. ശ്രീ A. സജീവൻ, വീണ ജോർജിന് സാധ്യത ഏതെങ്കിലും തരത്തിൽ കൽപ്പിക്കപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ്, സാധ്യതയുള്ള മണ്ഡലമാണ് ആറന്മുള. നേരത്തെ പറഞ്ഞതുപോലെ തുടക്കത്തിൽ ഒരു ഉണ്ടാക്കിയെടുത്ത ഒരു പ്രതിഷേധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തെരുവിൽ പല ആളുകളും രംഗത്ത് വന്നിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രചരണത്തിൽ പൊതുവെ വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് വീണ ജോർജ് ഉണ്ടാക്കിയിട്ടുള്ളത്. മൊത്തം 3 സ്ഥാനാർത്ഥികളെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി വീണ ജോർജാണ്. LDFന്റെ വളരെ ശക്തമായിട്ടുള്ള അവിടെ പ്രവർത്തനം, ഒരു ചിട്ടയാർന്നുള്ള പ്രവർത്തനമുണ്ട്. കോൺഗ്രസിനകത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളൊരു ഇതുകൂടുണ്ട്. ശിവദാസൻ നായർ കഴിഞ്ഞ തവണ വലിയൊരു ഭൂരിപക്ഷത്തിനൊന്നുമല്ല ജയിച്ചത്. അതുകൊണ്ട് വീണ ജോർജിനെ അവിടെ അട്ടിമറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല MT രമേശ് നല്ല നേതാവാണെങ്കിൽ പോലും. ശ്രീ സജീവൻ, ഞാൻ ഇടപെടുന്നു. സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം. തൃപ്പൂണിത്തുറയുടെ വിശദാംശങ്ങൾ നൽകാൻ നമ്മോടൊപ്പം സനൂപ് ശശിധരൻ ചേരുന്നുണ്ട്. സനൂപ്, നമുക്കറിയാം തൃപ്പൂണിത്തുറയിൽ 76.3% ആയിരുന്നു കഴിഞ്ഞ പോളിംഗ് എങ്കിൽ ഇത്തവണ പോളിംഗ് ശതമാനം 76.19 നേരിയ വ്യത്യാസം മാത്രമാണുള്ളത്. എന്താണ് തൃപ്പൂണിത്തുറയുടെ അവസാന ചിത്രം? വളരെ ശക്തമായൊരു മത്സരം തന്നെ അവസാന നിമിഷം നടന്നു എന്ന് തന്നെ കൃത്യമായി തന്നെ പറയാം. ആ രീതിയിൽ തന്നെയായിരുന്നു അവസാന ലാപ്പ്, പ്രചാരണത്തിലെ അവസാന ലാപ്പ്. തുടക്കത്തിൽ ഏറെ ശ്രദ്ധേയമായത് LDFിലെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചുണ്ടായ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. P. രാജീവിനെ അവിടെ മത്സരിപ്പിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ P. രാജീവിനെ സംസ്ഥാന സമിതി അനുമതി നൽകിയില്ല. പിന്നീട് ദിനേശ് മണിയെ കൊണ്ടുവന്നു. പക്ഷേ ദിനേശ് മണി സ്വയം പിന്മാറുകയായിരുന്നു. വിജയ സാധ്യത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദിനേശ് മണി പിന്മാറി. ഒടുവിൽ സംസ്ഥാന സമിതിയാണ് DYFI സെക്രട്ടറി കൂടിയായ M. സ്വരാജിനെ തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാൻ നിയോഗിക്കുന്നത്. M. സ്വരാജ് വരുമ്പോഴും വലിയ പ്രതീക്ഷ ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ടാണ് അത്. ഒന്ന്, ഉദയംപേരൂരിൽ VSന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. അതിൽ VS പക്ഷത്തിന്റെ പ്രമുഖനായ മണ്ഡലത്തിലെ നേതാവായിരുന്ന T. രഘുവരനെ തൊട്ടു മുമ്പായിരുന്നു സസ്പെൻഡ് ചെയ്തത്. ഇത് ഉദയംപേരൂരിൽ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ശക്തി കേന്ദ്രങ്ങളായ ഉദയംപേരൂരിൽ വലിയ വിഭാഗം. ഞാൻ ഇടപെടുന്നു. സജാദ് ഇബ്രാഹിം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം കൂടി പ്രതിഫലിക്കേണ്ട ഒരു മണ്ഡലമാണ് ഇത്. എന്താണ് അവസാന ചിത്രം, വിലയിരുത്തൽ? ഞാനും പറയുന്നതാണ്, ഭരണവിരുദ്ധ വികാരം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കേണ്ട ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. അങ്ങനെ വരികയാണെങ്കിൽ അവിടെ UDF സ്ഥാനാർത്ഥി വല്ലാതെ വിഷമിക്കും. അതേസമയം ഈ പറഞ്ഞ സ്വരാജ് പുതിയ കാൻഡിഡേറ്റാണ്, പുതിയതാണ്. പക്ഷേ ഇവർ തമ്മിലുള്ള മത്സരമാണ്. അപ്പോൾ അതിനകത്ത് ബാബുവിന് അവസാനം കിട്ടുന്ന റിപ്പോർട്ടുകൾ അത്ര അനുകൂലമൊന്നും അല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു അട്ടിമറി അവിടെ നടന്നുകൂടാന്നും നടക്കാൻ സാധ്യത തീർത്തും ഇല്ലാന്നും പറയാൻ കഴിയുന്നില്ല. കാത്തിരുന്ന് കാണേണ്ട ഒരു മണ്ഡലം ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. നിലമ്പൂരിന്റെ വിശദാംശങ്ങൾ നൽകാൻ. നിലമ്പൂരിൽ കഴിഞ്ഞ വർഷം 77.94% പോളിംഗ് എങ്കിൽ ഇത്തവണ അത് 76.7% പോളിംഗ്. നിലമ്പൂരിൽ നമുക്കറിയാം സാജിദ് വളരെ കാലമായി ആര്യാടന്റെ മണ്ഡലം. ഇത്തവണ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നു. എന്താണ് നിലമ്പൂരിന്റെ അവസാന ചിത്രം? ഒരു അട്ടിമറി നിലമ്പൂരിൽ പ്രതീക്ഷിക്കാമോ ഇത്തവണ? വളരെ ചുരുക്കി. പ്രസാദ്, ഒരു അട്ടിമറി തന്നെയാണ് LDF പ്രതീക്ഷിക്കുന്നത്. ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെതിരെ കോൺഗ്രസിനകത്ത് തന്നെ വലിയ പ്രതിഷേധമാണ് സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. ഇടതു മുന്നണിയിൽ PV അൻവറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ വലിയ പ്രതിഷേധമുണ്ടെങ്കിൽ കൂടി VS അടക്കമുള്ള നേതാക്കൾ അവിടെ എത്തിയതോടുകൂടി ഒരു പരിധിവരെ ഇത് പരിഹരിക്കാൻ LDFന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ UDFൽ ഇപ്പോഴും കോൺഗ്രസിനകത്ത് വലിയ പ്രതിഷേധമാണ് ഉള്ളത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെതിരെ നിരന്തരമായി പലപ്പോഴും
അനുകൂലമായി ആര്യാടൻ മുഹമ്മദും ഷൗക്കത്തും പലതരത്തിലുള്ള പ്രസ്താവനകൾ നടത്താറുണ്ട്. ഇത് കൊണ്ട് തന്നെ യൂത്ത് ലീഗിലെ ഒരു വിഭാഗം നമ്മോട് രഹസ്യമായി പറയുന്നത് PV അൻവറിന് അനുകൂലമായി വോട്ട് ചെയ്യും എന്നാണ്. ഞാൻ തിരിച്ചു വരാം ഷുക്കൂറിലേക്ക്. ഷുക്കൂർ, കോഴിക്കോട് സൗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. എങ്ങനെയാണ് മുനീറിന്റെ സാധ്യത ഇത്തവണ? പ്രസാദ്, കോഴിക്കോട് സൗത്തിൽ മന്ത്രി MK മുനീർ അനായാസന വിജയിച്ചു കയറുമെന്നാണ് UDF കേന്ദ്രങ്ങൾ കരുതിയിരുന്നത്. പ്രത്യേകിച്ച് പ്രൊഫസർ AP അബ്ദുൽ വഹാബ് INL സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി INL വലിയ സംഘടനാ സംവിധാനമൊന്നുമില്ലാത്തതിനാൽ അതിനേക്കാൾ എളുപ്പം ജയിച്ചു കയറാൻ കഴിയുമെന്ന ഒരു കണക്ക് കൂട്ടലായിരുന്നു UDFന്റെ പക്ഷത്തുണ്ടായിരുന്നത്. എന്നാൽ അവസാന സമയങ്ങളിലേക്ക് INLും അതുപോലെ തന്നെ ഇടതുമുന്നണിയും വലിയ തോതിലുള്ള മുന്നേറ്റമാണ് സൗത്ത് മണ്ഡലത്തിൽ നടത്തിയത്. അവസാന ഘട്ടത്തിൽ വരുമ്പോൾ ഒരു ടൈറ്റ് മത്സരത്തിൻ്റെ ഒരു പ്രതീതി ഉണ്ടായി. വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇടതുപക്ഷം നൽകുന്ന കണക്ക് പ്രകാരം 5870 വോട്ടുകൾക്ക് കോഴിക്കോട് സൗത്തിൽ പ്രൊഫസർ AP അബ്ദുൽ വഹാബ് LDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ്. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ കണക്ക് നമുക്ക് പ്രാദേശിക നേതൃത്വം നൽകുന്ന കണക്ക് 3000-നും 4000-നും ഇടയ്ക്ക് വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ്. എന്നാൽ സംസ്ഥാന നേതൃത്വം ഇത്തരം ഒരു കണക്ക് വിശ്വസിക്കുന്നില്ല. പല പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളും സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് സൗത്തിൽ തോൽക്കാനാണ് സാധ്യത, ഒരു വിജയം ഞങ്ങൾ അവിടെ ഉറപ്പിക്കുന്നില്ല എന്നാണ്. എന്തായാലും ഇരു സ്ഥാനാർത്ഥികളും വിശദാംശങ്ങൾ നൽകിയത്. 10 മണ്ഡലങ്ങളിലെ പല സൂചനകളാണ്, പ്രവചനങ്ങളാണ്, അവസാന നിമിഷത്തെ മലക്കമറിച്ചിലുകളെ കുറിച്ചാണ്, അട്ടിമറികളെ സാധ്യതകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്ത ഡിഫോക്കസിൽ. ശ്രീ A സജീവൻ, ശ്രീ സജാദ് ഇബ്രാഹിം, വളരെയധികം നന്ദി. ഒപ്പം തന്നെ മുഴുവൻ 10 പ്രതിനിധികൾക്കും നന്ദി. ഡിഫോക്കസ് പൂർണ്ണമാവുന്നു. നാളെ മറ്റ് 10 മണ്ഡലങ്ങളുമായി ഡിഫോക്കസിൽ കാണാം. നമസ്കാരം.